വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ മൂന്നാറിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നന്ന് ഒരു റൂമിലാണ്, നമ്മളുടെ മൂന്നാർ ടൗണിൽ തന്നെ ഒരു ചെറിയൊരു റൂമാണ് എടുത്തത്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളിതാ പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6:30-7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ നേരെ കാലത്തൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പം കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം എന്താ പറയുക, നമ്മളെ ചൂടുള്ള റോഡ് സ്ട്രീറ്റിൽ കിട്ടില്ലേ നമ്മുടെ വടയും ചായയൊക്കെ. അവിടെ രാവിലെ ആ ഒരു 7 മണി സമയത്ത് തന്നെ നമ്മളുടെ റോഡ് സൈഡിൽ സ്ട്രീറ്റ് ഫുഡായിട്ട് നമ്മുടെ ദോശ, ഇഡ്ഡലി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളതിൽ നിന്ന് ഇഡ്ഡലി അല്ല ദോശ, മക്കൾക്ക് 2 ദോശയും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ വടയും കഴിച്ച് ചായയൊക്കെ കുടിച്ച് നേരെ പോകുന്നു കേട്ടോ. ഗ്യാപ്പ് റോഡ് വഴിയാണ് പോണത്. അതായത് ഞങ്ങൾക്ക് നേരെ പോകേണ്ടത്, നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കമ്പത്തോട്ടാണ് പോണത്. അപ്പം അതിനായിട്ട് ഗ്യാപ്പ് റോഡ് വഴി പോകാനാണ് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പം പറഞ്ഞത്. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോണത്. എങ്ങനെയൊക്കെയായാലും വഴി തെറ്റിയാലും നമ്മളെ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുമല്ലോ, ആ ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് പോകുക തന്നെ. അപ്പം ഞങ്ങൾ നമ്മളുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. എന്ത് രസമല്ലേ ഇങ്ങനെ പരന്ന് കിടക്കണ കാണാനായിട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്താണ് കേട്ടോ. കാറ്റും നല്ല എന്താ പറയുക, മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഭയങ്കര ഒരു കാറ്റായിരുന്നു. കാറ്റെന്ന് പറയുമ്പം നമ്മൾ ബൈക്കുമ്പിലൊക്കെ സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ മുഖത്ത് ആഞ്ഞ് അടിക്കില്ലേ, ആ ഒരു ടൈപ്പ് കാറ്റായിരുന്നു കേട്ടോ. മരങ്ങളൊക്കെ ഇങ്ങനെ ഉലഞ്ഞ് ഇങ്ങനെ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതരം കാറ്റായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് പൂപ്പാറ ആ ഒരു റോഡ് വഴിയാണ് പോണത് കേട്ടോ. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയാണ്. അവിടെ എത്തുന്നതിന് മുന്നായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ ഒരു തമിഴ് പേരായിരുന്നു കേട്ടോ. അതായത് സംഭവം ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായിരുന്നു കാണാനായിട്ട്. എത്തണതിന് മുന്നായിട്ട് കുറേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ തോന്നി വാട്ടർഫാൾ എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പം നമുക്ക് ഭയങ്കര കണ്ണിന് എന്താ പറയുക, ഭയങ്കര കുളിർമ തോന്നുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുന്ന് റോഡ് സൈഡിൽ തന്നെ നമ്മളുടെ കട്ട് ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൈനാപ്പിളും മാങ്ങയൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അപ്പം അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ തേയിലത്തോട്ടങ്ങളൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടേ. അതുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടൈം പോകുന്നതേ അറിയില്ല. നമ്മൾ എവിടെ എത്തിയെന്ന് അങ്ങനെ നമുക്കങ്ങനെ ഒരു മൈൻഡേ വരത്തില്ല. വേറെ ഏതോ ഒരു ലോകത്ത് വന്ന പോലെയാണല്ലോ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെന്താ, പോകുന്ന വഴി ഒത്തിരി ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. അതായത് പെട്ടിക്കട പോലത്തെ നമ്മളുടെ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്ന വണ്ടിയുള്ള കടകളുണ്ടല്ലോ, അത് ഒത്തിരി ഉണ്ട്. പക്ഷേ ഒന്നും മിക്കതും ഓപ്പണില്ല. കാരണം ഭയങ്കര കാറ്റ് ശക്തമായിട്ടുള്ള കാരണം കൊണ്ട് ആയിരിക്കണം. ഷോപ്പും തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതിങ്ങനെ എന്താ പറയുക, ആൾക്കാർ നിർത്തൽ കുറവാണ് വണ്ടികൾ. അത്രക്ക് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ആൾക്കാർ എന്താ പറയുക ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നുള്ളൂ. കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പം ഞങ്ങളിപ്പം ആ തിരക്കുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ ഞങ്ങളും ജസ്റ്റ് ഒന്ന് നിർത്തും, ജസ്റ്റ് വേഗം ഒന്ന് ഷൂട്ട് ചെയ്ത് വേഗം വണ്ടി കയറി അങ്ങനെ പോകലായിരുന്നു. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് നല്ലൊരു വ്യൂ ഉള്ളൊരു റോഡ് എത്തിയപ്പോൾ ഞങ്ങളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ആ ഒരു വെള്ളച്ചാട്ടമല്ല, ഈ ഒരു ക്ലിപ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പം തന്നെ ഉള്ളതാണ് നമ്മളുടെ ബൊട്ടാണിക്കൽ ഗാർഡനാണ് കേട്ടോ. അത് മൂന്നാറിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ അത് കാലത്ത് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയ കാരണം കൊണ്ട് അത് ഓപ്പൺ ആയിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അടിവാരത്തുള്ള വ്യൂ കാണാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് അത് ഷൂട്ട് ചെയ്താണ് കേട്ടോ. പിന്നെന്താ, നമ്മളുടെ മലകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഒരു 38 ഹെയർ പിന്ന് ഒരുമിച്ചുള്ള ആ ഒരു റൂട്ടിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ഹെയർ പിൻ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു എന്താ പറയുക കെട്ടിയിട്ടുണ്ടല്ലോ, റോഡ് കെട്ടിയിരിക്കുന്നിടത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ആ മതിലുമ്മൽ എത്ര ഹെയർ പിന്നായി എന്നുള്ളത്. അപ്പം അങ്ങനെ ഓരോ ഹെയർ പിൻ കഴിയുമ്പോഴും ഇങ്ങനെ ഞങ്ങൾ എണ്ണും, ഇനി ഇത്ര എണ്ണം ഉണ്ട് അങ്ങനെ. അപ്പം അതൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി കുറച്ചൊക്കെ ഇങ്ങനെ വോമിറ്റിങ് വരാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പോയപ്പോൾ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ അതങ്ങനെ മറന്നു പോകുമല്ലോ.
അപ്പം എന്താ ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം തന്നെ ആ ഒരു കാലാവസ്ഥ തന്നെ മാറിയിട്ടാണ്. കാരണം അത്രയും നേരം കാറ്റും മഴയൊക്കെ ഉള്ള ഒരു കണ്ടീഷനായിരുന്നല്ലോ. പിന്നെ മലകളൊക്കെ ഇറങ്ങി കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ കമ്പത്തോട്ട് എത്തിയപ്പം തന്നെ നമ്മൾ ഫുള്ള് ക്ലൈമറ്റ് മാറിയിട്ടുണ്ടായിരുന്നു, ചൂട് ആയി. അപ്പോൾ എന്താ നമ്മളുടെ മുന്തിരിത്തോട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അതിന് മുന്നായിട്ട് ഞങ്ങൾ ദാഹിച്ചപ്പം നമ്മുടെ കരിക്കൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷായി നേരെ കമ്പത്തോട്ട് എത്തി. കമ്പത്തോട്ട് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ഥലം കണ്ടെത്താനായിട്ട് കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിലോട്ട് എത്തിയത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്, ഞാനും മക്കളൊക്കെ. മുന്നേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ മുന്തിരി ഫോട്ടോ എടുക്കലായി, തോട്ടം ചുറ്റി നടന്നിങ്ങനെ കുറേ കണ്ടു. കുറേ ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒരു ഫാമാണിത്. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഷോപ്പുകളുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. അതല്ലാതെ വേറെ ടിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഫ്രീ ആണ് കേട്ടോ, ഫ്രീ വിസിറ്റാണ്. പിന്നെന്താ, ഈ ഒരു സെക്ഷൻ ഫുള്ള് നല്ല പാകമായിട്ടുള്ള നല്ല മധുരമുള്ള പഴുത്ത മുന്തിരികൾ മാത്രമുള്ള ഒരു തോട്ടമാണ് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവർ നട്ട് കുറച്ച് നാളെത്തിയിട്ടുള്ള ഒരു തോട്ടമുണ്ട്. അവിടെ ഫുള്ള് ഗ്രീൻ കളറിലുള്ള മുന്തിരിയാണ് ഇട്ടുള്ളത്. അവിടേക്ക് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്തു, പക്ഷെ അങ്ങോട്ടേക്ക് കടത്തി വിടില്ല. ഇവിടെയാണ് എൻട്രി ഉള്ളത്, ഈ ഒരു ഭാഗത്തേക്ക് മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് ഞാൻ ഒക്കത്ത് എടുത്ത് ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പിടിച്ച് ഇങ്ങനെ പറിച്ച് കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേക്ക് വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് പെട്ടതാണത്. അപ്പം ഞാൻ ആ തക്കത്തിന് ഞാനും ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ടായി. പറിക്കരുന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് കാണൂലല്ലോ, നോക്കൂലല്ലോ. എങ്ങനെയെങ്കിലും അത് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്താ പറയുക ഒരു 4 മണി 4:30 ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ കാലാവസ്ഥ ഇത്തിരി പ്രശ്നമാക്കിയ കാരണം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരം എന്തായാലും എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. കാരണം മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പം ഇനി കാറിൽ ഇത്രയും ദൂരം രാത്രി എന്തായാലും ഒരു 2-2.5 മണിക്കൂർ ഇനി യാത്ര ചെയ്യണം. അപ്പം എന്തായാലും എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം അങ്ങനെ ഞങ്ങൾ തേക്കടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തേക്കടി ആ ഒരു എവിടെ നമ്മൾ ടൈഗർ റിസർവ് ഒക്കെ ഇല്ലേ, ആ ഒരു ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പം ഉള്ളത് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമൊന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നതാണല്ലോ, അപ്പോൾ അതിന് പറ്റിയ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കിയെടുക്കണം. അപ്പോൾ അത് മുന്നേ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് തീരുമാനിച്ച് പോകുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തേക്കടി എത്തിയപ്പം അവിടെ വണ്ടി കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് ഞങ്ങൾ നമ്മുടെ ലൊക്കേഷൻ നോക്കിയാണല്ലോ വരുന്നത്. ലൊക്കേഷൻ എടുത്തിട്ട് നമ്മുടെ എക്സ്പ്ലോറിങ് ആ ഒരു ഭാഗം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൽ തന്നെ നമുക്ക് അതിൽ കാണിക്കും അടുത്ത് തന്നെയുള്ള ഹോം സ്റ്റേ അതുപോലെ റിസോർട്ട് അങ്ങനെ സെക്ഷനായിട്ട് നമുക്ക് ഫോണിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കി കണ്ടുപിടിച്ചതാണ് ഈ ഒരു റിസോർട്ട് കേട്ടോ. റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു നമുക്ക് അത്യാവശ്യം നല്ല കാണാൻ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു, പുറത്തേക്ക് അധികം വ്യൂ ഉണ്ടാവില്ല, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക്, അതായത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ പറയുക, പണ്ടത്തെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗി ഇതാക്കിക്കൊണ്ടുള്ള ഒരു സെറ്റപ്പാണ്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പണ്ടത്തെ 4 കെട്ട് വീടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലുക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫുള്ള് നമ്മളുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്റ്റൈലിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മളുടെ മരങ്ങളും കൊണ്ട് മാത്രമാണ് അതിൻ്റെ അകത്തുള്ള ഡോറും ഓരോ സെക്ഷൻ തിരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ നല്ല രസമാണ്. പിന്നെ പ്രകൃതി മനോഹരമാക്കാനും വേണ്ടിയിട്ട് കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ തണവും ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ നമ്മളുടെ ഏറെക്കുറെ മൂന്നാറിലെ ആ ഒരു കാലാവസ്ഥ പോലെ തന്നെയായിരുന്നു, ഭയങ്കര തണവുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് വീട് എത്തണ വരെ ഫുള്ള് മഴയായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഒരു 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ടായി. റൂം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 2500 മറ്റുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബുക്കിംഗ് ചെയ്തിട്ട് വരുന്നവർക്ക് 1600 ആ ഒരു റേഞ്ച് വരുന്നുണ്ടായുള്ളൂ. അപ്പം ജസ്റ്റ് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നോക്കിയപ്പം നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കണ്ടായിരുന്നു. അപ്പം അവരടുത്ത് ചോദിച്ചപ്പം റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല, അപ്പം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അത് നോക്കി ഇങ്ങോട്ടും ബുക്ക് ചെയ്തപ്പം ഓഫറിൽ 1500 1600 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ സ്റ്റേക്ക്.
അവർ ചാർജ് ചെയ്ത എമൗണ്ട്. അപ്പം ഞങ്ങൾ അത് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇതിന് മുന്നേ ഞങ്ങൾ 2 ഹോം സ്റ്റേ ഒക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അതൊന്നും അങ്ങോട്ട് സെറ്റായില്ല. കാരണം നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻവെർട്ടറൊന്നും ഉണ്ടാവില്ല. ഇവിടെ ആണെങ്കിൽ ഫുള്ള് മഴയും കാറ്റൊക്കെ അല്ലേ, എന്തായാലും കറണ്ടൊക്കെ പോവും. അപ്പോൾ അതൊക്കെ നോക്കി വന്നപ്പോൾ അവസാനം ഇത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അമ്പാടി എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പം എന്താ അതിൻ്റെ അകത്തുള്ള കുറച്ച് വ്യൂ ഒക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ബെഡ്റൂമും പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പം ബാൽക്കണി ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ അവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അവിടെ അടിപൊളിയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ നല്ല നമ്മളുടെ നാടൻ ടേസ്റ്റിൽ ഒക്കെ കിട്ടും കേട്ടോ. ഫുഡിന് റേറ്റ് വരുന്നത് കുറച്ച് റേറ്റ് വരുന്നുണ്ട്, എന്നാലും അടിപൊളിയാണ് ഫുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അവർ സെർവ് ചെയ്യും. അതിൻ്റെ ക്യാഷ് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം കേട്ടോ. അത് നമ്മളുടെ ഈ എമൗണ്ടിൽ, റെൻ്റ് എമൗണ്ടിൽ വരത്തില്ല. അപ്പോൾ ഇത് നമ്മളുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അത്രക്ക് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് നോർമൽ ഒരു ഫാമിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുവാണെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങണ ഒരു ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി ബുഗൈൻ വില്ലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ കാണാൻ ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും രസം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെടിയാണ് കേട്ടോ. പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു. കാരണം ഇനി അധിക സമയം നിൽക്കുന്നത് അത്ര സേഫ് അല്ലാന്ന് തോന്നി. വീട്ടിൽ നിന്നൊക്കെ വിളിച്ചപ്പം അവിടെയൊക്കെ ഫുള്ള് മഴയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പോകുന്ന വഴി എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതാ തിരിച്ച് പോകുന്ന വഴി നമ്മളുടെ പാല, എറണാകുളം, അങ്ങനെ നമുക്ക് ആ ഒരു റൂട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ എത്തുന്നതിന് മുന്നായിട്ട് ഇടുക്കി കഴിഞ്ഞ് പോരുമ്പം തന്നെ, തേക്കടി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പം ഉള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ അത്. സംഭവം ഭയങ്കര ഒഴുക്കുണ്ട് കാണാനായിട്ട്. നല്ല ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ അത്. ഭയങ്കരമായിട്ട് കുത്തി ഒഴുകിയാണ് വരുന്നത്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഷൂട്ട് ചെയ്തതാണ്. പുറത്ത് ഇറങ്ങാനുള്ള ധൈര്യം ഉണ്ടായില്ല, കാരണം അത്രക്ക് ഒഴുക്കുണ്ടല്ലോ. അവിടെ നിന്ന് തേക്കടി കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദൂരം മല ഇറങ്ങാനായിട്ടുണ്ട്. ഒരു കുത്തനെയുള്ളൊരു ഇറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു എന്താ പറയുക, ഒരു 20 കിലോമീറ്ററോളം കുത്തനെയുള്ള ഇറക്കമായിരുന്നു വിത്ത് ഹെയർ പിന്നായിട്ട്. അപ്പോൾ അത് എനിക്ക് തീരെ പറ്റുന്നുണ്ടായില്ല. അവിടെ എത്തിയപ്പോഴത്തേനും ആ മല ഇറങ്ങി വന്നപ്പോഴത്തേനും ഞാൻ ഛർദ്ദിച്ച് അവശതയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ആ വീടെത്താനുള്ള പരിപാടിയായി. അവിടെ പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ നല്ല ബ്ലോക്കായിരുന്നു. കാരണം പാലമൊക്കെ എന്താ പറയുക, റോഡ് ഫുള്ള് വെള്ളം വന്ന് നിറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടാ. അപ്പം മൂന്നാറിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതിൽ ഉൾപ്പെടാത്ത കുറേ സംഭവങ്ങളുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മറക്കാതെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.